ഹലോ. ഹായ്. ഞാൻ നെട്ടൂരിന്ന് ശ്രീലക്ഷ്മി. സ്റ്റാൻഡപ്പ് തുടങ്ങിയ പിന്നത് നട്ടൂരിപ്പോയ ശ്രീലക്ഷ്മി എന്ന് ഞാൻ ആക്കിയായിരുന്നു. അപ്പോ ഈ സൂര്യനെ കൊണ്ട് ഉണങ്ങുന്ന തുണിക്കും ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ചെടികൾക്കും അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വെളിച്ചം കിട്ടും. ലൈറ്റ് കിട്ടും. ചേച്ചിക്ക് ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാവോ? പണ്ട് പഠിച്ചിട്ടുള്ള സാധനമല്ലേ ബ്ലൂ ലിറ്റ്മസ് ടേൺസ്, ആ സംഭവം അല്ലേ? മറ്റേ ബ്ലൂ ലിറ്റ്മസ് ടേൺസ് റെഡ്, റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ, ആ സംഭവം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? പ്രകാശ സംശ്ലേഷണം എന്നാണ് മലയാളം. അത് ചെടികൾ സൂര്യപ്രകാശം വെച്ച് ഫുഡ് പാചകം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ്. കറക്റ്റ്. അപ്പൊ ഈ സൂര്യൻ കൊണ്ടുള്ള ഉപയോഗം സമ്മർ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കാണ്. കാരണം സൂര്യൻ ഉള്ളത് കൊണ്ടാണല്ലോ സമ്മർ വെക്കേഷൻ ഉള്ളത്. ഈ സമ്മർ വെക്കേഷൻ ഒക്കെ എനിക്ക് തുടങ്ങിയാല് എൻ്റെ അമ്മേനെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് തിങ്കിങ് വർദ്ധിപ്പിക്കാൻ, കലാപരമായ ചിന്തകൾ വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ വെക്കേഷൻ ക്ലാസ്സുകളിൽ കൊണ്ട് വിടും. അപ്പം വീട്ടിലെ ഷവർ ഇച്ചിരി കട്ടിയായിട്ട് തുറന്ന ശ്വാസം മുട്ടുന്നോണ്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കാറാണ് പതിവ്. എന്നെ ആദ്യം കൊണ്ട് ചേർക്കുന്നത് നീന്തൽ ക്ലാസ്സിന്. മാത്സ് എക്സാമിന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തലകുത്തി നിന്ന് പാസ് മാർക്ക് കിട്ടുന്ന എന്നെ കൊണ്ട് അബാക്കസിന് ചേർക്കുന്നു. തൃപ്തിയായി എനിക്ക്. ഇപ്പൊ നിങ്ങക്ക് എന്റെ അമ്മയുടെ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഈ വർഷം എന്റെ അച്ഛൻ 4 കോടി പേരുടെ കൂടെ കിങ്കിളി റമ്മി കളിക്കാൻ പോയിട്ട് സാമ്പത്തിക ഞെരുക്കത്തിലായതുകൊണ്ട് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ മുത്തശ്ശന്റെ അടുത്തോട്ട് വിടാൻ അവർ തീരുമാനിച്ചു. അച്ഛന്റെ റമ്മി കളിയും ഞാൻ ജീവിതം പഠിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവാനുണ്ട് ഇപ്പോഴും. അതൊരു വലിയ ചോദ്യമാണ്. ഇന്ത്യ വൺസ് ടു നോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ മുത്തശ്ശന്റെ നാട്ടിൽ പോവാൻ വേണ്ടി അമ്മ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. കണ്ണി മാങ്ങ പറിച്ചു നടക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. എന്ത് മഞ്ചാടിക്കുന്നി, എന്ത് കണ്ണിമാങ്ങ ഈ കാലത്ത്. ഇപ്പോഴത്തെ വീട്ടിലായാലും നാട്ടിലായാലും പിള്ളേരുടെ അവസ്ഥ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാം, ഇൻസ്റ്റാ നെറ്റ്ഫ്ലിക്സ് കണ്ട് രസിക്കാം, പിന്നെ ബോറടിച്ച് തള്ളി നീക്കാം. അമ്മ ജോലി തിരക്കുകളിലാണ്, അച്ഛൻ മറ്റേ ഞെരുക്കത്തിലാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ആന്റിയുടെ നാടും എന്റെ മുത്തശ്ശന്റെ നാടും ഒന്നായതുകൊണ്ട് അമ്മ ചെറുതായിട്ടൊന്ന് ചോദിച്ചു, സൂസൻ ചേച്ചി എന്റെ ഞാൻ കൂടെ കൊണ്ടുക്കോളാം അവളെന്നും പറഞ്ഞോണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരിങ്ങ് പോന്നു. പുള്ളിക്കാരിക്കാണെങ്കിൽ വെട്ടില് പോലെ നിക്കറുടെ ഇഷ്ടമില്ലാത്തൊരു ചെക്കനും ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു സ്ലീപ്പർ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോവാ. കിടന്നുറങ്ങി രാവിലെ അപ്പം ഞാൻ സ്വപ്നം കണ്ടു എന്നെ ആരോ വെള്ളം തളിച്ച് എണീപ്പിക്കുന്നതായിട്ട്. ദൈവ സഹായിച്ച് ഞാൻ വായിക്ക് മുമ്പ് കണ്ണു തുറന്നത് നന്നായി. ഇല്ല, ആ മോളി കിടക്കുന്ന വെട്ടിലിന്റെ മൂത്രം എന്റെ വാകിയിൽ കൊയണാന്. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമൂത്രം പുണ്യാഹം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങള് ട്രെയിനിലെ നാട്ടിലൊക്കെ എത്തി. ബസ്സിൽ നിന്ന് ഇങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങി കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമത്തിന് 130 കിലോമീറ്റർ അപ്പുറം ഒരു ബന്ധവും ഇല്ലാത്തൊരു നാട്. അതാണ് എന്റെ മുത്തശ്ശന്റെ നാട്. ഇപ്പം മുത്തശ്ശനെ കുറിച്ച് എനിക്ക് പറയണമെങ്കിലുണ്ടല്ലോ, സ്ഫടികം സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? അതിലെ ചാക്കോമാഷിനെ കാണുമ്പോ ഞാൻ ആലോചിക്കും, ഇങ്ങനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അതാണ് എന്റെ മുത്തശ്ശൻ. ഒരു ചാക്കോമാഷ് അൾട്രാ പ്രോ മാക്സ് ആണ് എന്റെ മുത്തശ്ശൻ. പുള്ളിക്കാരൻ മറ്റേ സോപ്പ് വെട്ടി എടുത്ത് തട്ടുമോളിൽ ഇടുവായിരുന്നെങ്കിൽ എന്റെ മുത്തശ്ശൻ ഞാനും കസിൻസും കൂടി ഉണ്ടാക്കിയ മോഡേണായിട്ട് എടുത്ത് കത്തിച്ചു കളയായിരുന്നു. നാട്ടിലെ അടുത്ത ക്യാരക്ടറാണ് എന്റെ ഗൾഫുകാരൻ ചിറ്റപ്പൻ. പുള്ളിക്കാരൻ കൊണ്ടിരുന്ന ഈ ടൈഗർ ബാമും കോടാലി തൈലവും ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് വീട്ടിലെ എന്റെ മുത്തശ്ശിയുടെ ജാമ്പവാന്റെ കാലത്ത് തൈലത്തിന്റെ നാറ്റത്തിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നത്. പുള്ളിക്കാരൻ പെട്ടി പൊട്ടിച്ചപ്പം ഒരു സ്പെഷ്യൽ കുപ്പി. ഏത് ചാക്കോമാഷ കുപ്പിക്ക് നോ പറയാ? അങ്ങനെ ചാക്കോമാഷിനൊരു ഐഡിയ തോന്നി, നമുക്കിതിച്ചിരി നൊസ്റ്റാൾജിക് ആയിട്ട് കരിക്കുമേളൊക്കെ കൂട്ടി അടിച്ചാലോ എന്ന്. അതിന് ടച്ചിങ്സ് ആയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി അത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചതച്ചു കൂട്ടി ടച്ചിങ്സ് ആയിട്ടും കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ എടുത്തു അപ്പുറത്തെ വീട്ടിലോട്ട് എറിയോടെറി മാവിനോട്ട്. മാങ്ങയാണെങ്കിൽ വീഴുന്നില്ല, എറിയുന്ന കല്ല് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം വീടിന്റെ ഫ്രണ്ടില് പോലീസ് വണ്ടി വന്ന് നിർത്തി. ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. എറിഞ്ഞ കല്ലെല്ലാം ചെന്ന് കൊണ്ടുവരുന്നത് അപ്പുറത്തെ വീട്ടിൽ കുളത്തിൽ കുളിച്ച ചേച്ചിയും ചേച്ചിയുടെ മകളുടെ മേത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ചിറ്റപ്പന്റെ കയ്യിൽ 2 സിൽവർ വള ഇടിച്ചോണ്ട് അവര് കൊണ്ടുപോകുന്നതാണ്. എന്തായാലും ഒരാഴ്ചക്ക് വന്ന പാർട്ടി ഇപ്പോഴും നാട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. മറ്റേ ലീവ് കൊടുക്കാത്ത അറബി ഉണ്ടല്ലോ, തിരിച്ചു കയറ്റിയില്ല പുള്ളിക്കാരനെ. എന്റെ മുത്തശ്ശിക്കും വലിയ പ്രശ്നമാണ് ഞങ്ങൾ കാരണം. പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് സാധനമാണ് സീരിയൽ. സീരിയൽ കാണാതെ ഇരിക്കാനേ പറ്റില്ല. ഞങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നടക്കത്തില്ല. കാരണം ഞങ്ങളുടെ സിനിമയും കാർട്ടൂണും കഴിഞ്ഞിട്ട് സീരിയൽ കാണാൻ സമയമില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ വലിയൊരു അടി ഉണ്ടായി. ഒരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒരു വേൾഡ് വാർ 3
നടക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങള് എല്ലാരും കൂടെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഒരു കരാറുണ്ടാക്കി. എന്താണെന്നറിയോ? സൺ മൂൺ കരാർ. മനസ്സിലായോ? എനി ഐഡിയാസ്? No. സൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് ഞങ്ങളുടെ കയ്യിലും, മൂൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് മുത്തശ്ശിയുടെ കയ്യിലും. വീട്ടിലെ പ്രശ്നങ്ങളെ അവസാനിച്ചതോടെ. അങ്ങനെ എന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞെത്തി. എന്ത് ചെയ്യാനാ? ഇപ്പൊ ഉണ്ടല്ലോ, ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരവാ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്നറിയോ? എനിക്ക് എത്രയും വേഗം കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ടാവണം. എന്നിട്ട് അവരെ ഞാൻ ഇതേപോലെ വെക്കേഷന് വിടും. ഹേയ് ശ്രീലക്ഷ്മി. ഹലോ. നല്ല രസമുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ വർത്താനം കേട്ടിരിക്കാൻ വേണ്ടി. സൂപ്പർ ആയിരുന്നു കേട്ടോ. വെക്കേഷൻ കഥയൊക്കെ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റീകളക്ട് ചെയ്തപ്പോ ശരിയാണ്. ഈ മഞ്ചാടിക്കൂര് ഒന്നും ഇപ്പൊ കാണാൻ കൂടി കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ഫോൺ വന്നു കഴിഞ്ഞായിരുന്നു. നീ മഞ്ചാടിക്കുരു വെറുക്കുന്ന ബാല്യം ഉണ്ടായിരുന്ന ആളാ അല്ലേ? അല്ലല്ല. അതെ, എലീന ഫീൽഡിൽ വരുമ്പോ കബീർ പൊന്നമ്മ ബാലതാരമാണ്. എങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് എന്റെ ഈ ചാർമം, എന്റെ ഈ ലുക്ക്. സോപ്പിട്ട് കഴുകിട്ട് വാ. ഒരു എപ്പിസോഡ് ഞാൻ വേണം ഫുള്ള് മേക്കപ്പ് റിമൂവ് ചെയ്ത് വന്നിരിക്കാം. ധൈര്യമുണ്ട് വേറെ ആർക്കെങ്കിലും അങ്ങനെ വന്നിരിക്കാൻ? ഞങ്ങളൊന്നും ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾ എന്ത് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്? ഈ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നതാണോ? എങ്ങനെയാണ് സ്ട്രേറ്റ് വലിച്ച് ചെയ്ത് വെച്ചേക്കുവാ? ആ പോട്ടെ, കൊച്ചവിടെ നിൽക്കുന്നത്. അതെ, കൊച്ചവിടെ നിൽക്കുന്നത്. അതായത് ഈ ശ്രീലക്ഷ്മി ഇപ്പൊ കുറെ നേരമായിട്ട് അവളുടെ മുത്തച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കി. മുത്തച്ഛൻ ജാക്കുമാഷ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവളുടെ മുത്തച്ഛൻ ജാക്കുമാഷ് എന്ന് പറയുന്നത് എന്റെ അച്ഛനാ. അച്ഛനെ പറ്റിയാണ് ഇവളി കോമഡി ഉണ്ടാക്കി പറയുന്നത്. അതായത് ഇവള് എന്റെ ചേട്ടന്റെ മോളാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അങ്ങനെ ഉണ്ട്. ആ അതെ അതെ, എന്റെ ചേട്ടന്റെ മോളാണ് ശ്രീലക്ഷ്മി. അങ്ങനെയാണല്ലോ ഒരു ചോദ്യം. ആ, ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു തമാശ മേഖലയിലേക്ക് വരാൻ ഈ ചേട്ടനാണോ കാരണക്കാരൻ? അത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള. നീ പറയരുത്. ആ ശരി, പുള്ളിക്കാരി പറയണം. പുള്ളിക്കാരൻ വൺ ഓഫ് ദ മെയിൻ റീസൺസ് തന്നെയാണ്. പിന്നെ തന്നെ ഉള്ളതുണ്ട്. അപ്പൊ ഈ ചേട്ടനാണ് ആരെ ബന്ധപ്പെട്ട് മറ്റേ അറബി ചേട്ടൻ ഓക്കെ. ചിറ്റപ്പൻ ചളിയാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എക്സ്പ്രഷൻ ഇട്ടു അതിനകത്തുണ്ടല്ല. അതിനകത്തിടുന്നുണ്ട്. ഞാൻ അങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല. ഒരു വിധത്തിൽപ്പെട്ട പിന്തുണകൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അവള് തന്നെത്താൻ പഠിക്കുന്നതും വരുന്നതൊക്കെയാണ്. ശ്രീലക്ഷ്മി പറച്ചിൽ ഇച്ചിരി വോയിസ് ഓവർ പോലെ ആകുന്നുണ്ട് കേട്ടോ ചില സമയത്ത്. ഇപ്പൊ ഈയിടെയായിട്ട് ശ്രീലക്ഷ്മി നല്ല വിഷയമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടെങ്കിലും നമ്മള് ഈ വോയിസ് ഓവർ പറയുന്ന ആൾ എല്ലാ അക്ഷരവും പറയുമല്ലോ. കാരണം അവന്റെ മുഖം ഇല്ലാത്ത കാരണം അത് കൃത്യമായിട്ട് അവന് പറയണമല്ലോ. അങ്ങനെ ഞാൻ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി. അങ്ങനെ പോയ സമയത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നതിന്റെ ഒരു സ്വാഭാവികത ഉണ്ടല്ലോ, അതൊരു തുള്ളിക്ക് കുറയുന്നുണ്ട്. നമ്മള് ശ്രീലക്ഷ്മി പറയുമ്പോൾ ഒട്ടും ആലോചിക്കുന്നില്ല. തോട്ട് പ്രോസസ്സ് നടക്കുന്ന മുഖത്ത് വരുന്നില്ല. കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. ചെറിയ ഫോർമൽ ആവുന്നുണ്ട് പറച്ചിലും തോന്നി. അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. ചിറ്റപ്പന്റെ മുന്നിൽ നിന്ന് പറയുമ്പോ അതുണ്ടാവും. കുറച്ചൊന്ന് വലിച്ചു പിടിച്ചതാ. ചെറിയൊരു ടെൻഷൻ അങ്ങനെ സൈഡിൽ കൂടി നിൽക്കുന്ന ഭയങ്കര രസമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. എന്റെ ഫ്യൂച്ചറിൽ എന്താവണം, സിനിമയിലേക്ക് അഭിനയിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ? ചേച്ചിയുടെ പരിപാടി ഏറ്റെടുക്കണമെന്നുണ്ട്. ആങ്കറിങ്. ദൈവമേ, കൊച്ചു കുട്ടികൾ വരെ വരുന്ന എല്ലാരും ഇത് തന്നെയാണല്ലോ. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു വിടുന്നതാണോ? ലീന പോകണം, വേറെ ആൾക്കാർക്ക് വരണം, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ആങ്കറിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണോ? ആക്ച്വലി വലിയ ആങ്കറിങ്ങിനൊന്നും ഇപ്പൊ വലിയ സ്കോപ്പ് ഒന്നും ഇല്ല. സിനിമയാണ് നല്ല സ്കോപ്പുള്ള ഫീൽഡ്. യു നോ റൈറ്റ്, വെൻ യു ഹാവ് ചെറിയച്ചൻ ഇൻ യുവർ ഫാമിലി. ഈ ആഗ്രഹം പറഞ്ഞു വരുന്ന പിള്ളേരോടെല്ലാം ഇത് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി വിടുക. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ ലണ്ടനിൽ അമേരിക്കയിലൊക്കെ പോയി സെറ്റിൽ ആയിട്ട് നമ്മൾ അവനെ വിളിച്ചിട്ട് എടാ അവിടെ എങ്ങനെയുണ്ട്, അയ്യോ ഇങ്ങോട്ട് വരല്ലേ, കഷ്ടപ്പാടാണേ, നാട് തന്നെ സുഖം, നാട്ടിൽ തന്നെ നിൽക്കുന്നു പറഞ്ഞ് ഇല്ല എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേജുകൾ ചെയ്യാൻ പറ്റട്ടെ. ആങ്കർ ചെയ്യട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നാ വാ, നമുക്ക് സമ്മാനമൊക്കെ കൊടുത്ത ആങ്കറിങ്ങിന്റെ പരിപാടിയിലേക്ക് ചെറിയച്ചനും പറഞ്ഞു. ചെറിയച്ചാ പിന്നെ അല്ലാണ്ട് ചിറ്റപ്പനാണ് ഷർട്ട് കൊടുക്കുന്നത്. ആ ഷർട്ടാണോ? അപ്പൊ എനിക്ക് തന്നെ. അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയച്ചൻ ശ്രീലക്ഷ്മിക്ക് സമ്മാനം നൽകാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കൊരു മിനിയേച്ചർ ആള് നമുക്ക് സമ്മാനം എടുക്കാൻ ഇവിടെയുണ്ട്. കാണണോ? അങ്ങോട്ട് നോക്കൂ. യെസ്, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. ആദ്യമായിട്ടാണോ ചെറിയച്ചന്റെ കയ്യിൽ നിന്ന് സമ്മാനം എങ്ങനെ കിട്ടും? നല്ല സമ്മാനങ്ങളെ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഡോറയുടെ പ്രയാണത്തിന് പോണ്ടേ? എന്നൊരു കാര്യം ചെയ്യാം, മാപ്പിനോട് ചോദിച്ച് നമുക്ക് അങ്ങ് മുന്നോട്ടേക്ക് പോയി.